അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഈ തേങ്ങയില്ലേ, തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ അത് ചിരട്ടടക്കം പൊട്ടിച്ചിട്ട് ഇതേപോലെ കാണിച്ച തീയിലിട്ടിട്ട് ഇങ്ങനെ ചൂടാക്കി വെക്കുക. ഓക്കെ, ഒന്ന് വേണ്ടതാണ് ഇതേപോലെ തീയിലിട്ടിട്ട് ചൂടാക്കി വെക്കുക. ഇവിടെ കാണിച്ച ഒന്നതാണ്. പിന്നെ പറഞ്ഞാൽ ഇതാ ഒരു അരമുറി തേങ്ങ കണ്ടില്ലേ. രണ്ടാമത് ഇതേപോലെ മച്ച ഒരു വെളുത്തുള്ളി ഇതെടുത്തിട്ട് ഇതിനെ കുത്തി ഒഴിവാക്കുക. ഓക്കെ, ഇതേപോലെ കുത്തിയിട്ട് കണ്ടീഷൻ എടുക്കുക. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ കർപ്പൂരില്ലേ, കർപ്പൂരത്തിൻ്റെ ഒറ്റ പീസ് മതി. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 സാധനം അടക്കമില്ല. അതായത് തേങ്ങ ചൂടാക്കി എടുക്കുക, വെളുത്തുള്ളി ചതച്ചെടുക്കുക, കർപ്പൂരത്തിൻ്റെ പീസ്. ഇതേപോലെ ഒരു പാത്രം എടുക്കുക, ഇങ്ങനെ മൂടിയുള്ള പാത്രം. ഓക്കെ, പഴയതായാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഈ തേങ്ങ ഇട്ട് വെക്കുക. ഓക്കെ, ഈ ചൂടാക്കിയ തേങ്ങയില്ലേ ഇട്ട് വെക്കുക. എന്നിട്ട് വെളുത്തുള്ളി ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളിതാ ചോണ്ടുന്നു നമ്മൾ ഈ കർപ്പൂരം ഇതേപോലെ ഇതിൽ പൊടിച്ചിടുക. ഓക്കെ, ഇതാ കർപ്പൂരം വേണ്ട, ഇതേപോലെ പൊടിച്ചിടുക. ഓക്കെ, ഇതേപോലെ പൊടിച്ചിട്ടിട്ട് 3ഉം കൂടി ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് ഇതിങ്ങനെ മൂടി വെക്കുക. ഓക്കെ, കാണിക്കും. അപ്പോൾ ഈ 3 സാധനം ഇവിടെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൃത്യമായിട്ടൊരു ദിവസം വെക്കുക. ഇന്നാക്കി വെച്ചാൽ നാളെ വരെ ഒരു ദിവസം കൃത്യമായിട്ട് വെക്കുക. അതിനുശേഷം നാളെ ആകുമ്പോൾ ഫുൾ മിക്സ് ആക്കിയിട്ട് നല്ല കിടലും മണമായിരിക്കും. 3 കൂടി മിക്സ് ആയതിന് പ്രത്യേകത വരാണ്. അപ്പോൾ എനിക്ക് നാളെ വരെ വെച്ച് കാണിക്കാൻ സമയമില്ല. അപ്പോൾ ഇത് എന്താക്കുക, അതിനുശേഷം നമ്മൾ ഇത് പറയും പോലെ കോഴിക്കോട്ടെടുത്തോ പിന്നെ നമ്മളെ എന്താ പറയുക വയൽ ഏരിയയിലോ പിന്നെ മുറ്റത്ത് നിങ്ങളെ കാട് അങ്ങനെ പ്രദേശങ്ങളിലോ കിണറിൻ്റെ അടുത്ത് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ മതി. ആ പരിസരത്തേക്ക് പിന്നെന്താ പറയുക ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴി വളർച്ച കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഇതാ കാട്ട് ഇങ്ങനെ പ്രദേശത്തൊക്കെ ഇങ്ങനെ ഇതേപോലെ എവിടെയെങ്കിലും ഇങ്ങനെ പരിസരത്ത് വെച്ചാൽ മതി. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 മണമായിരിക്കും. എന്താ പറയുക, ഈ സാധനം ഈ കീരി എന്ന് പറയുന്ന സാധനം ഈ ഭാഗത്തേക്ക് തന്നെ വരില്ല. സംഭവം മനസ്സിലായില്ല.